അടുത്ത കാലത്ത് ആഡംബര ജീവിതം കാണിച്ചുകൊണ്ടും വ്യത്യസ്തമായ ലുക്ക് കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായ UK മലയാളിയാണ് അൻവിൻ ജോസ്. 30-നടുത്ത് പ്രായമുള്ള അൻവിൻ തനിക്ക് ചില ബിസിനസ്സുകളുണ്ടെന്നും അതാണ് വരുമാന മാർഗമെന്നും റിട്ടയർമെന്റ് ലൈഫ് നയിക്കുകയാണെന്നും പറഞ്ഞതും ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ അൻവിൻ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ആഡംബര ജീവിതം വെറും പൊള്ളയായ കെട്ടുകഥ മാത്രമാണെന്നാണ് പ്രചരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകളും പുറത്തു വന്നിരുന്നു. 21 വാഹനങ്ങൾ സ്വന്തമായി ഉണ്ടെന്നൊക്കെ അൻവിൻ വെറുതെ പൊങ്ങച്ചം പറഞ്ഞതാണെന്നും പ്രചരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ അൻവിൻ ജോസുമായി ബന്ധപ്പെട്ട് തനിക്കറിയാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് മുൻ ബിഗ് ബോസ് താരം സായ് കൃഷ്ണ. അൻവിനുമായി കണക്ട് ചെയ്യാൻ ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറച്ച് കോമൺ ഫാക്ടേഴ്സ് കാണും. ലൈഫ് സ്റ്റൈലാണ് അതിൽ ഒന്ന്. സോഷ്യൽ മീഡിയയിൽ ലൈഫ് സ്റ്റൈൽ അതിശയോക്തിപരമായി പറയുകയോ കാണിക്കുകയോ ചെയ്താൽ അത് പിന്നീട് വലിയ സീനുള്ള പരിപാടിയാകും. അൻവിൻ ജോസ് UKയിലാണ്. അവിടെ സെറ്റിൽഡ് ആണ്. അവിടുത്തെ ലൈഫ് സ്റ്റൈൽ, ഡോഗ്സ്, കാർ തുടങ്ങിയ കാര്യങ്ങൾ വീഡിയോയിലൂടെ അൻവിൻ കാണിക്കുമ്പോൾ ഇവിടുത്തെ യൂത്തിന് ആ വൈബ് കയറിപ്പിടിക്കും. അൻവിന്റെ ലൈഫ് സ്റ്റൈലിന്റെ പിന്നിൽ എന്താണെന്ന ഒരു ചോദ്യം കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അൻവിന്റെ ഇന്റർവ്യൂസ് പുറത്തു വന്നപ്പോൾ ആളുകൾ കമന്റായി കുറിച്ചിരുന്നു. എന്തോ ഒരു നിഗൂഢതയുണ്ടെന്ന് പലർക്കും തോന്നിയിരുന്നു. അതാണ് അവർ കമന്റായി കുറിച്ചത്. തന്റെ ബിസിനസ്സുകളെ കുറിച്ച് സംസാരിക്കുമെങ്കിലും അതിനെക്കുറിച്ച് പൂർണ്ണമായും ഒരു അഭിമുഖത്തിലും അൻവിൻ പറയുന്നില്ല. UKയിലെത്തിയത് എങ്ങനെയെന്നതിൽ പോലും വ്യക്തതയില്ല. അൻവിൻ എവിടെയോ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അന്നേ പലരും എന്നോട് ഇതേക്കുറിച്ച് മെസ്സേജ് അയച്ചിരുന്നു. റിയൽ അല്ല റിയാലിറ്റി എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ആളുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് അൻവിൻ ഉത്തരം പറയുമോ എന്ന് അറിയില്ല. തന്റെ റിച്ച് ലൈഫ് സ്റ്റൈൽ കാണിച്ചുകൊണ്ടാണ് അൻവിൻ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുന്നത്. അൻവിൻ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു ബേസ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണെന്ന് തോന്നുന്നു. ഇത് എന്റെ ഒരു ഊഹാപോഹമാണ്. അൻവിന്റെ റിച്ച് ലൈഫ് സ്റ്റൈൽ കണ്ടാണ് അതാണ് റിയാലിറ്റി എന്ന് കരുതി ഒരു മാസീവ് ഫാൻ ഫോളോയിങ് ഉണ്ടായിരിക്കുന്നത്. UKയേക്കാൾ നല്ല വിളനിലം കേരളമാണ് മലയാളികൾക്കിടയിലാണെന്ന് അറിയാവുന്നത് കൊണ്ട് അൻവിൻ തിരിച്ചു വരുന്നതായിരിക്കണം. അതിന് മുന്നോടിയായിട്ടാകും ഇന്റർവ്യൂകൾ കൊടുത്തത്. അൻവിന്റെ വിഷയത്തിൽ ഒരു സ്കാം ഉണ്ട്. കാരണം ആളുകളുടെ മുന്നിലേക്ക് റിയൽ അല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നു. കാറുകളുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുന്നു. 29 വയസ്സായപ്പോഴേക്കും റിട്ടയർ ആയെന്ന് പറഞ്ഞ് ഈസി ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇതെല്ലാം പൈസ പറ്റിച്ചിട്ടുള്ള സ്കാം അല്ലെങ്കിലും മോട്ടിവേഷൻ ചെയ്ത് ഇൻസ്പയർ ചെയ്തുള്ള സ്കാമാണ്. സ്റ്റുഡന്റ് വിസയിലാകും UKയിൽ എത്തിയിട്ടുണ്ടാവുക. പിന്നീട് റിലേഷനിലായ ശേഷം ഡിപ്പെൻഡന്റ് വിസയിലേക്ക് മാറിയതാകും. 28 വയസ്സിൽ റിട്ടയർ ചെയ്ത് UKയിൽ ജീവിക്കുക എന്നത് ഈസിയല്ല. മാസാകാൻ വേണ്ടി അടിച്ചതാണ്. അത് പക്ഷെ കയ്യിൽ നിന്നും പോയൊരു ഐറ്റമായി മാറി. നിലവിൽ കേരളത്തിൽ അൻവിനുമായി ബന്ധപ്പെട്ട് സ്കാം ഒന്നുമില്ല. അൻവിന് UKയിൽ ഒരു കെയർ അസിസ്റ്റൻസിനെ നൽകുന്ന ഒരു ഏജൻസി ഉണ്ടായിരുന്നു. 3 പേരുടെ പാർട്ട്ണർഷിപ്പിലുള്ള ഏജൻസിയായിരുന്നു. അൻവിന്റെ കല്യാണം UKയിൽ വെച്ച് കഴിഞ്ഞു. ഡിപ്പെൻഡന്റ് വിസയിലാണ് നിൽക്കുന്നത്. അൻവിൻ കെയർ ഹോം വിസയിലേക്ക് മാറാൻ സ്റ്റുഡൻസിന് വിസ നൽകുമായിരുന്നു എന്നൊക്കെയാണ് അൻവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. കെയർ ഹോമുമായി അൻവിന്റെ ഏജൻസിക്കുള്ള തർക്കം വിൻ ചെയ്തപ്പോൾ 2 കോടി രൂപയിൽ കൂടുതൽ തുക സെറ്റിൽമെന്റ് എമൗണ്ടായി കിട്ടിയിട്ടുണ്ട്. കൂടാതെ ചില മിഡിൽമാൻ പരിപാടികൾ വിസയുമായി ബന്ധപ്പെട്ട് ചെയ്യാനും അൻവിൻ അറിയാം. 21 കാർ ഒന്നും സ്വന്തമായില്ല. എല്ലാം റോളിംഗ് ആണെന്നും സായ് കൃഷ്ണ പറയുന്നു.